ഈ സമയം തങ്ങളെ തന്നെ പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തോമസ് അച്ഛന്റെ അടുത്ത ബന്ധുക്കൾ കാഴ്ച സമർപ്പണം നടത്തുന്നു.
എല്ലാവരും ഇരിക്കുക. ഏവർക്കും സ്വാഗതം ആശംസിച്ച് സംസാരിക്കുന്നതിനായി മാർ തോമസ് അച്ഛൻ CMI ഹൗസ് സുപ്പീരിയർ ബഹുമാനപ്പെട്ട ഷൈൻ കളരിത്തറ അച്ഛനെ ക്ഷണിക്കുന്നു. മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ജെറമിയ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനി പണിവാളൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പുരോഹിതൻ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ പറയുന്നു, അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരെ ചുരുക്കം, അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെയും നിലവിളിയുടെയും ഉത്തരമാണ് ഒരു പുരോഹിതൻ. തോമസ് ചിച്ചുപറമ്പൻ അച്ഛൻ കർത്താവിന് പ്രത്യേകമാം വിധം പ്രത്യുത്തരം നൽകി ദൈവവിളി സ്വീകരിച്ചവനാണ്. തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷയ്ക്ക് ശേഷം ഇന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കാൻ ആഗതനായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് ചിച്ചുപറമ്പൻ അച്ഛന് മാർ തോമസ് അച്ഛൻ ധ്യാന ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവകൃപയുടെ ഈ ധന്യനിമിഷത്തിൽ ഇതിനെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിപൂർണമാക്കാൻ സന്നിഹിതരായിരിക്കുന്ന തോമസ് ചിച്ചുപറമ്പൻ അച്ഛൻ്റെ റെക്ടർ ഫാദർ ജെയിംസ് തയ്യലിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവബലിയിൽ സഹകാർമ്മികരാകുന്ന കളമശ്ശേരി തിരുഹൃദയ പ്രൊവിൻസിൻ്റെ വിക്കർ പ്രൊവിൻഷ്യലായ ഫാദർ മാത്യു കൊയ്ക്കരയ്ക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നീലേശ്വരം ആശ്രമത്തിലെ പ്രിയോർ ആയിരിക്കുന്ന വർഗീസ് ക്ലാക്കരച്ചനും നീലേശ്വരം സെമിനാരി റെക്ടറായിരിക്കുന്ന ജെയിംസ് കുന്തരയച്ചനും ഹൃദയമായ സ്വാഗതം. ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ വളർച്ചയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും ശമാശന്മാർക്കും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അവസാനമായി അച്ഛൻ്റെ പ്രിയ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. നമുക്ക് ഒരുമയോടുകൂടി ഈ ബലി അർപ്പിക്കാം. ഈ സമയം ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുസ്മരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നവവൈദികനും സഹകാർമ്മികനും നവവൈദികന്റെ മാതാവും ചേർന്ന് ദീപം തെളിയിക്കുന്നു. സുഖ
സ്വർഗം ആനന്ദിക്കുന്ന ത്രിത്വൈക ദൈവം അനുഗ്രഹം പൊഴിക്കുന്ന നവവൈദികന്റെ പ്രഥമ ദിവ്യബലിക്കായി നമുക്കേവർക്കും ഭക്തിയോടെ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് ഈ അൾത്താരയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ ബലിപീഠത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദിയോട് പറയുന്നു. അതോടൊപ്പം അതിനായി എന്നെ ഒരുക്കിയ എൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരിയെയും അളിയനെയും കുടുംബത്തെയും എല്ലാ ബന്ധുമിത്രങ്ങളെയും എൻ്റെ ഗുരുഭൂതരെയും CMI സഭയെയും പ്രത്യേകമാവിധം ഈ ബലിപീഠത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഇന്നത്തെ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, പലവിധ കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിക്കാത്തവരെയും, അവരുടെ ഓരോ നിയോഗങ്ങളെയും ഈശോയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ഓരോ നിയോഗങ്ങളും പരമപിതാവിന് കാഴ്ചവെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഈ ബലി നമുക്ക് ഒന്ന് ചേർന്ന് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Lord.
അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്ത ഞങ്ങളെ അങ്ങ് ശക്തരാക്കിയാണ്. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Santa
അങ്ങയുടെ സ്നേഹത്തിന്റെ വരമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന്റെ പുരോഹിതന്റെ ധർമ്മങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള പഴയ നിയമമായി വായിക്കുന്നത് നവവൈദികന്റെ സഹോദരി റോസ്മി ജോജോ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 61-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക്
ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും, പരദേശികൾ നിങ്ങളുടെ ഒഴിവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിനു പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും, കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയുകയും ചെയ്തു. ദൈവമായ കർത്താവിനെ സ്തുതി. Thank you.
പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പ്രധാന പുരോഹിതനായ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ അനുസ്മരിപ്പിക്കുന്ന ഹെബ്രായർക്കുള്ള ലേഖന ഭാഗം വായിക്കുന്നത് നവവൈദികന്റെ സഹോദരപുത്രി അബിയ ജോർജ്. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്കു വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ തന്നെ ക്രിസ്തു പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എന്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസേദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസേദേക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗീയ
പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 16 മുതലുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയുവാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇന്ന് നമുക്കായി തിരുവചന സന്ദേശം നൽകുന്നത് പൂനെ കാർമൽ വിദ്യാഭവൻ സെമിനാരി റെക്ടർ ബഹുമാനപ്പെട്ട ജെയിംസ് തൈൽ അച്ഛനാണ്. നവാഭിഷിക്തനായ തോമസ് അച്ഛ, സഹാവൈദികരെ, പ്രിയ സന്യാസിനി സന്യാസികളെ, താമസത്തിൻ്റെ മാതാ അമ്മച്ചി, സഹോദരി, പ്രിയപ്പെട്ട ബന്ധുക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഹബേമൂസ് സാcerdote, we have a priest. നമുക്കായി ഇതാ ഒരു പുരോഹിതൻ. ഇന്നലെ തിരുസഭ പ്രഖ്യാപിച്ചതാണ്. നമുക്കായി ഒരു പുരോഹിതൻ തോമസ് ചിറ്റുപറമ്പലിലൂടെ തിരുസഭ ഉയർത്തിയിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇത് ദൈവത്തിനു വേണ്ടി, അവിടുത്തെ ജനത്തിനു വേണ്ടി, അവിടുത്തെ സഭയ്ക്ക് വേണ്ടി ദൈവം തന്നെ ചെയ്തിരിക്കുന്നതാണ്. നാം രണ്ടാമത്തെ വായനയിൽ വായിച്ചു കേട്ടതുപോലെ ആരും സ്വയമേവ ഇത് ഏറ്റെടുക്കുന്നില്ല. ദൈവം ഓരോരുത്തരെയും അവർക്ക് അവിടുത്തേക്ക് പ്രീതികരമായി തോന്നുന്നവരെ അവിടുന്ന് വിളിക്കുകയും സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ അഭിഷേകം ചെയ്യുകയും ആത്മാവിനാൽ നിറയ്ക്കുകയും അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഇടയിൽ നിന്നും തിരുസഭയ്ക്കായി ഉയർത്തിയിരിക്കുന്ന തോമസ് അച്ഛന് തിരുസഭയുടെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. തോമസ് എന്ന പേര് തന്നെ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണല്ലോ. മലയാറ്റൂര് ഈ അടിവാരത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും കടന്നു വരും. വിശുദ്ധമായ ചിന്തകൾ. ഈ വർഷം പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂബിലി വർഷമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ടല്ലോ. പ്രത്യാശയുടെ തീർത്ഥാടകരെന്നാണ് പറയുക. തീർത്ഥാടന സ്ഥലത്താണ് നാം നിൽക്കുന്നത്. തീർച്ചയായിട്ടും പ്രത്യാശയേക്കാൾ വലിയൊരു തീർത്ഥാടനമില്ല. പ്രത്യാശയേക്കാൾ വലിയൊരു സമ്മാനവും തീർത്ഥാടകർക്ക് ലഭിക്കുവാനുമില്ല. കർത്താവായ യേശുവിൻ്റെ സന്ദേശവും സ്നേഹവും യേശുവിൻ്റെ ജീവനുമൊക്കെ പേരിക്കൊണ്ട്
നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന തോമാസ് ശ്ലീഹായുടെ ആ വലിയ തീർത്ഥാടനത്തിൻ്റെ അനുഭവം നമുക്കെല്ലാവർക്കുമുണ്ട്. ആ വിശ്വാസത്തിൽ നാം എല്ലാം പങ്കുപറ്റിയിട്ടുണ്ട്. നാം ആ വിശ്വാസവും ആ പ്രത്യാശയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളവരുമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ഇന്ന് സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേട്ടതുപോലെ തന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. വലിയ ഒരു ഉൾക്കാഴ്ചയിലൂടെയാണ് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. ആ ഉൾക്കാഴ്ച ഇതായിരുന്നു: ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷിക്തനാണ് യേശു, അഭിഷിക്തൻ ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ള ഈ 30 വയസ്സുകാരൻ ലോകത്തിലേക്ക് ഇറങ്ങുന്നത് തീർച്ചയായും ഒരുപാട് പ്രാർത്ഥനയുടെയും ഒരുപാട് പരിചിന്തനത്തിൻ്റെയും ഒക്കെ അവസാനത്തിലാണ്. ഈ പ്രാർത്ഥന മുമ്പോട്ട് തുടർന്നുകൊണ്ട് തന്നെ ദൈവം യേശുവിന് നൽകിയ ഈ അവബോധത്തിന് അവിടുത്തെ ആത്മാവ് തൻ്റെ മേലുണ്ടെന്നും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും സുവിശേഷം പ്രഖ്യാപിക്കുവാനും ബന്ധിതരെ മോചിപ്പിക്കുവാനും കുരുടന്മാർക്ക് അന്ധർക്ക് കാഴ്ച നൽകുവാനും ജനങ്ങളെ എഴുന്നേൽപ്പിക്കുവാനും ഉയർപ്പിക്കുവാനും ഒക്കെയുള്ള ദൗത്യവുമായിട്ട് യേശു മുമ്പോട്ട് വരികയാണ്. ഈ അഭിഷേകം നമ്മുടെ ഇടയിലും ഇന്ന് തുടരുകയാണ്. തോമസ് അച്ഛനിലൂടെ ദൈവം അദ്ദേഹത്തെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൽ നിറച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയാം. ഇന്നലെ വരെ നമുക്ക് ഈ മനുഷ്യൻ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്നു. ഇന്ന് അവനിൽ വലിയ വ്യത്യാസങ്ങൾ ദൈവം വരുത്തിയിരിക്കുന്നു. തൻ്റെ അഭിഷേകത്തിലൂടെ അവൻ കൈവയ്ക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. അവൻ നാം തുറക്കുമ്പോൾ ദൈവവചനം ദൈവം മനുഷ്യരിലേക്ക് നിറയ്ക്കും. അവൻ കൈ ഉയർത്തുമ്പോൾ പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടും. അവൻ ഉയർത്തുന്ന അപ്പത്തിലൂടെ നമുക്ക് ജീവന്റെ അപ്പം ദൈവം തരും. എത്ര വലിയ ഒരു അത്ഭുതമാണ് ദൈവം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ തന്നെ വലിയ ഒരു പ്രവൃത്തിയാണ്. തോമസ് ചുറ്റുപ്പറമ്പ് കുറേ കാലമായി പരിശീലനത്തിലായിരുന്നു. ഇന്ന് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കടന്നു വന്നത്, കുറച്ച് നാൾ മുമ്പ് കുർബാന ചെല്ലുവാനായിട്ട് ചൊല്ലിപ്പഠിച്ചിരുന്ന ആ കാലമാണ് ഞാൻ ഓർത്തത്. കുർബാന ചൊല്ലിപ്പഠിക്കുന്നത് ഇതെത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ബലിയർപ്പിക്കുന്നത്. ഇവിടെ ഒരു വൈദികൻ തീർച്ചയായിട്ടും വൈദികനായിത്തീരുന്നത് ബലിയർപ്പിക്കുമ്പോഴാണല്ലോ. ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ സെമിനാരിയിൽ ചേർന്നത് 15 വയസ്സിലാണ്. 5-6 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛനാവണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ തോന്നാൻ കാരണം ഇങ്ങനെ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കണ്ടപ്പോഴായിരുന്നു. അന്ന് 6 വയസ്സുള്ളപ്പോൾ ഞാനൊരു പ്രതിജ്ഞ എടുത്തത്, ഞാനൊരു അച്ഛനാവുകയാണെങ്കിൽ നന്നായിട്ട് വിശുദ്ധ കുർബാന ചെല്ലും. ഈ അച്ഛന്മാർ ഈ പുസ്തകം നോക്കി മറിച്ച് ചെയ്യുന്ന പോലെ ഞാൻ മറിക്കുമെന്നില്ല, എല്ലാം കാണാപ്പാടം പിടിച്ച് നന്നായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ വൈദികനായിട്ട് 25 വർഷം കഴിഞ്ഞു. ഇന്നേ വരെ എനിക്ക് ഈ പുസ്തകം മറിക്കാതെ നോക്കാതെ കുർബാനയെല്ലാം അറിയാൻ പാടില്ല. ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടും എനിക്ക് മനസ്സിലായി, എത്രമാത്രം ഞാൻ മുമ്പോട്ട് പോയാലും ഈ കുർബാന ചെല്ലാൻ ഞാൻ പൂർണ്ണമായിട്ട് പഠിക്കുകയാണ്. കാരണം കുർബാന എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതമാണ്. ഇത് വെറുതെ ഒരു ചരിത്രമൊന്നുമല്ല. ഈ പഴയ നിയമത്തിലെ വൈദികരും പുരോഹിതനും പുതിയ നിയമത്തിലെ പുരോഹിതനും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. പുരോഹിതൻ പഴയ നിയമത്തിൽ ബലി അർപ്പിക്കുന്നവനായിരുന്നു. പുതിയ നിയമത്തിൽ ബലി ആകുന്നവനാണ് പുരോഹിതൻ, അർപ്പിക്കുന്നവൻ മാത്രമൊന്നുമല്ല. ഇതാണ് ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതിന് മുമ്പോട്ട് പോകുമ്പോൾ ഇതാ മനുഷ്യൻ എന്ന് യേശുവിനെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്. ഈ ഹബേബൂസ്
സാത്രദോത്തൻ എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തിൽ നിന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. ഇതാ മനുഷ്യൻ, കുരിശിൻ്റെ മുകളിൽ കിടക്കുന്ന കർത്താവ്. ഈ മനുഷ്യനെ നോക്കി നമുക്ക് ഇത് തന്നെയാണ് പറയുന്നത്. ഇതാ മനുഷ്യൻ, ഇതാണ് ബലിയായി നിൽക്കുന്നത്, ഇതാണ് ബലിയായി തീർന്നിരിക്കുന്നത്. ഓരോ പുരോഹിതൻ, തോമസ് അച്ഛൻ ഇന്ന് നമ്മുടെ മുമ്പിൽ അഭിഷിക്തനായിരിക്കുന്നത് ഇതിനുവേണ്ടി തന്നെയാണ്. വെറുതെ കുർബാന ചൊല്ലി തീർക്കാൻ വേണ്ടിയല്ല, ബലിയായിത്തീരാൻ വേണ്ടി തന്നെയാണ്. നമുക്കായി, ലോകത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി ബലി ആയിത്തീരുവാനായി. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തീർച്ചയായും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിശ്വാസവും പരിശീലനവും ബോധ്യങ്ങളും ഒക്കെ വെച്ച് നല്ല ഒരു പുരോഹിതനായി അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. അതിന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെന്ന് എനിക്കറിയാം. കുടുംബത്തിൽ അമ്മച്ചൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പച്ചനുണ്ടായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. സഹോദരിയുണ്ട്, കുടുംബാംഗങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രദേശത്തുള്ളവർ നല്ല വിശ്വാസവും പ്രാർത്ഥനയുള്ളവരൊക്കെയാണ്. നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ട് തന്നെയാണ് തോമസ് ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുവാനായി ദൈവം ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി അദ്ദേഹം ഇനി കൈകൾ ഉയർത്തും തീർച്ചയായും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് വേണ്ടി തുടർന്നുകൊണ്ടേയിരിക്കണം. അഭിഷിക്തനായ ഈ മനുഷ്യൻ തന്നെയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഒരു മനുഷ്യനാണ്, നമ്മെ എല്ലാവരെയും പോലെ തന്നെ പച്ചമാംസവും ശരീരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. നല്ല നമ്മെപ്പോലെ തന്നെ വികാരങ്ങളുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യനെയാണ് ക്രിസ്തു ഉയർത്തിയിരിക്കുന്നത്. തനിക്ക് വേണ്ടി ബലിയാകാനായിട്ട്, ബലിയർപ്പിക്കാനായിട്ട് ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൈകളും ഹൃദയങ്ങളും, അദ്ദേഹത്തിൻ്റെ ഹൃദയവും ജീവിതവും ഒക്കെ മുമ്പോട്ട് ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥന തുടരാം. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിലൂടെ ഈ കുടുംബത്തെയും ഈ നാടിനെയും CMI സഭയെയും തിരുസഭ മുഴുവനെയും അഭിഷേകത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ ദൈവത്തിനുമ്പിൽ സമർപ്പിക്കുന്നതിനായി കാർലോസ് പ്രാർത്ഥനകൾക്കായി നമുക്ക് ഭക്തിയോടെ എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അങ്ങ് തിരഞ്ഞെടുത്ത് കൈവയ്പ് ശുശ്രൂഷ വഴി അഭിഷിക്തനായി ഇന്ന് പ്രഥമ ബലി അർപ്പണം നടത്തുന്ന ഞങ്ങളുടെ തോമസ് അച്ഛനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധിയോടും ആത്മധൈര്യത്തോടും കൂടി തന്റെ ശുശ്രൂഷ മേഖലകളിൽ വ്യാപരിക്കുവാനും അങ്ങയുടെ തിരുമനസ്സിന് അനുയോജ്യമായ വിധം ജീവിക്കുവാനും അച്ഛന് കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിക്കുന്ന പൂനെ സെമിനാരി റെക്ടർ ജെയിംസ് തൈലച്ചനെയും നീലീശ്വരം സെന്റ് ജോൺ സെക്കൻഡ് സെമിനാരി റെക്ടർ ജെയിംസ് പൂന്തല അച്ഛനെയും സാന്നിധ്യം കൊണ്ട് ഈ ദിനത്തെ ധന്യമാക്കിയ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ആഗ്രഹിച്ചിട്ടും ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയ എല്ലാവരെയും സമർപ്പിക്കുന്നു. നവവൈദികന്റെ ആദ്യ ബലിയർപ്പണത്തിന്റെ കൃപകൾ എല്ലാവരിലേക്കും നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും അതിനാഥനായ ഈശോയെ, തോമസ് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞു പോയ എല്ലാവരെയും, വളരെ പ്രത്യേകിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ അച്ഛൻ്റെ വത്സല പിതാവിനെയും ഈ ബലിയിൽ ഞങ്ങൾ ഓർക്കുന്നു. തൻ്റെ മകൻ്റെ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ബലിയർപ്പണവും സ്വപ്നം കണ്ട് ജീവിതകാലത്ത് അദ്ദേഹം കാഴ്ചവെച്ച ത്യാഗങ്ങളും പുണ്യങ്ങളും ഒക്കെ കാണിക്കയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ബലിയർപ്പണ വേളയിൽ ആനന്ദിക്കുന്ന സ്വർഗവാസികളോടും മാലാഖമാരോടും ഒപ്പം സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ അച്ഛൻ്റെ വത്സല പിതാവിനെയും
മരണമടഞ്ഞ എല്ലാ ആത്മാക്കളെയും യോഗ്യരാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഒരു സന്യാസ വൈദികനാകാനുള്ള തോമസ് അച്ഛൻ്റെ ആഗ്രഹത്തെ വളർത്തി പരിപോഷിപ്പിച്ച് സ്നേഹവും ശാസനങ്ങളും സൗഹൃദങ്ങളും നൽകി അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന CMI സഭയെ അംഗീകാരങ്ങളിൽ ഭരണേൽപ്പിക്കുന്നു. പ്രത്യേകമായി അദ്ദേഹം അംഗമായിരിക്കുന്ന കൊച്ചി പ്രവിശ്യയെയും ഇവിടുത്തെ എല്ലാ വൈദികരെയും വളരെ പ്രത്യേകമായി ഇന്ന് ഞങ്ങളോടൊപ്പം ബലിയർപ്പിക്കുന്ന ഫാദർ മാത്യു കോയിക്കര വികർ പ്രൊവിൻഷ്യൽ അച്ഛനെയും അച്ഛൻ പരിശീലനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും അവരുടെ ശുശ്രൂഷാ മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധ പിതാവിൻ്റെ ആത്മീയത ലോകത്തിന് മുഴുവൻ പകർന്നു നൽകുവാനും സമൂഹ ജീവിതത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആനന്ദം പുതിയ ലോകത്തിന് ഒരു വെല്ലുവിളിയായി ഉയർത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ അവരിൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, തോമസ് അച്ഛൻ്റെ ആത്മീയ പാതയിൽ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഈ സമയം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പഠിപ്പിച്ച ഗുരുഭൂതർ, ചെറുപ്പം മുതൽ കാലാകാലങ്ങളിൽ ശിക്ഷണം നൽകി നയിച്ച ഇടവക വികാരിമാർ, ആത്മീയ പാലകർ, സിസ്റ്റേഴ്സ്, പരിശീലനത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ നയിച്ച റെക്ടേഴ്സ്, റീജന്റായി സേവനം ചെയ്തിട്ടുള്ള ഇടവകകൾ, വികാരി അച്ഛന്മാർ, ദൈവജനം, പരിശീലനത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നവർ, അനുരഞ്ജന ഉദാശകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ശരിയായ പാതയിലൂടെ നയിച്ചവർ എല്ലാവരെയും ഈ ബലിയിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്താലും ഈ ബലിയുടെ സകല കൃപാവരങ്ങളാലും ഇവരെ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, തോമസ് അച്ഛന് ജന്മം നൽകി ക്രിസ്തീയ മൂല്യങ്ങളെ വേരുപാകി വളർത്തി അദ്ദേഹത്തിന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സഭാ സേവനത്തിനായി തന്റെ മകനെ സമർപ്പിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അമ്മ സിസിലിയെയും മരണമടഞ്ഞ പ്രിയപ്പെട്ട അപ്പച്ചനെയും പ്രത്യേകം ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്കാൻ ത്യജിക്കുന്നവർക്ക് 100 ഇരട്ടിയായി സ്വർഗത്തിൽ പ്രതിഫലം വാഗ്ദാനം ചെയ്ത കർത്താവേ, തോമസ് അച്ഛന്റെ മാതാപിതാക്കളെയും സഹോദരി റോസ്മിയെയും കുടുംബത്തെയും ചുറ്റുപറമ്പൻ തരിയാക്കു പുതുശ്ശേരി കുടുംബാംഗങ്ങളെയും എല്ലാ ബന്ധുമിത്രാദികളെയും അദ്ദേഹത്തിന്റെ ഇടവകയെയും നാടിനെയും പഠിപ്പിച്ച അധ്യാപകരെയും സഹപാഠികളെയും കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾ നടത്തുവാൻ സൗകര്യമൊരുക്കി തന്ന് ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി ഞങ്ങളോടൊപ്പം നിന്ന ഈ ഭവനത്തിലെ സുപ്പീരിയർ ഷൈൻ അച്ഛനെയും മറ്റു വൈദികരെയും ഇവിടുത്തെ ശുശ്രൂഷകരെയും എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുമേൽ കൃപ ചൊരിഞ്ഞ് ഈ ഭവനത്തെയും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ കാരുണ്യവാനായ കർത്താവേ, തോമസ് അച്ഛൻ അംഗമായിരിക്കുന്ന മലയാറ്റൂർ ഇടവകയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന വികാരി ജോസ് കോലക്കാട്ടച്ഛനെയും സഹവികാരിയെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഓടിയെത്തുന്ന SD കോൺവെന്റിനെയും എല്ലാ സിസ്റ്റേഴ്സിനെയും, കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, ഞങ്ങൾ അംഗമായിരിക്കുന്ന യൂണിറ്റിനെ നേതൃത്വം വഹിക്കുന്നവർ, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അയൽപക്കങ്ങൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ നന്ദിയോടെ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്നു.
കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത അങ്ങയുടെ അചലമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമയത്ത് നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കളയട്ടെ. നമ്മുടെ പാപങ്ങളെ തുടച്ചു ചെയ്യട്ടെ.
ഈശോയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സ്തുതിയാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുക. നമുക്കെല്ലാവർക്കും അനുദാനത്തോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഓദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ.
നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും സ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു.
വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ മെത്രാനും എനിക്ക് തിരുപ്പട്ടം നൽകിയ ചുറ്റിപ്പറമ്പൽ പിതാവിനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ
പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യനായിരിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്റെ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശിശുരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്ട പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വകം ശാന്തവുമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ കനിയണമേ, പാവങ്ങൾ പൊറുക്കേണമേ, ഘോരമാവിൻ അപരാധങ്ങൾ മലയും നാഥാ മറക്കേണമേ. പാപങ്ങൾ
കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശത്രു
കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ധനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വർഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരറിയിപ്പുണ്ട്. KL 63D 7160, KL 63D 7160, KL 41D 5292, KL 41D 5292 ഈ രണ്ട് വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കുന്ന ഇടത്തു നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. KL 63D 7160, KL 41D 5292. നന്ദി. കുർബാന സ്വീകരണത്തിനുള്ള ക്രമീകരണങ്ങൾ ഇപ്രകാരമായിരിക്കും. നവവൈദികന്റെ അമ്മയും സഹോദരിയും കുടുംബവും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രം വൈദികനിൽ നിന്ന് ഒറ്റ നിരയായി വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. മറ്റുള്ളവർ തങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക. വൈദികർ ദിവ്യകാരുണ്യം അവിടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും.
ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ഈശോയെ സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ.
സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തനങ്ങളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവിടെ ഏർപ്പെടുന്നവരെ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
എന്നേക്കും